ഹലോ മക്കളെ, USSനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് USS മാത്സ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 26 ഡിവൈഡഡ് ബൈ 8? ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ഇവിടെ 8 ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളൊരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ 8 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 125 ഓർമ്മ വരണം. 26 ഡിവൈഡഡ് ബൈ 8, 8നെ 125 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 കിട്ടും. ഡിനോമിനേറ്ററിൽ 10, 100, 1000, 10000 കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കാൻ വളരെ എളുപ്പമാണെന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് 124/10 എന്ന് വിചാരിക്കുക. അത് എത്രയാണ് കിട്ടുക? 12.4. ഡിനോമിനേറ്ററിൽ ഒരു പൂജ്യമാണ് ഉള്ളതെങ്കിൽ, അതായത് 10 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെസിമൽ പ്ലേസ് നമുക്കറിയാം 1 ആണ് അല്ലേ? അതേപോലെ 125/100 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 2 ഡെസിമൽ പ്ലേസ് ആണ്, ഡിനോമിനേറ്ററിൽ 2 0 ആണ്. അപ്പോൾ നമുക്ക് 1.25, അവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടാവും. അപ്പോൾ ഡിനോമിനേറ്റർ എത്ര 0? 10, 100, 1000, 10000. 10ൽ 1 0 ആണ്, 100ൽ 2 0 ആണ്, 1000ൽ 3 0 ആണ്. അപ്പോൾ എത്ര 0 ഉണ്ട് അത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടാവും എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 8 × 125 ചെയ്തു. ഫ്രാക്ഷൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഡിനോമിനേറ്ററിനെ മാത്രം നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം? 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 8 × 125 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 എന്ന് കിട്ടും. 26 × 125 ചെയ്യണം. അതൊന്ന് ചെയ്ത് നോക്കാം. 125 × 26 എത്ര? 6 5 30, 0 3 ക്യാരി, 2 6 12, 12 3 15 അല്ലേ? 5 1 ക്യാരി, 1 6 6 7, പിന്നെ 2 5 10, 0 1 ക്യാരി, 2 2 4 5, 1 2 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 5 12 1 ക്യാരി 3, 3250 എന്ന് കിട്ടും. അപ്പോൾ 3250 ഡിവൈഡഡ് ബൈ 1000. എളുപ്പമല്ലേ? ഈ 0യും ഈ 0യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 325 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. നമുക്കറിയാലോ 100 വന്ന 2 0 അല്ലേ വരുന്നത്. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് വേണം. അപ്പോൾ എത്ര ആൻസർ വരിക? 3.25. 2 ഡെസിമൽ പ്ലേസ് വന്നു, കാരണം 2 0 വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 26/8നെ നമുക്ക് എന്ത് ചെയ്യാം? 3.25, അതായത് ഓപ്ഷൻ സി നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? മാത്രമല്ല ഇത് നിങ്ങൾക്ക് സാധാ ഡിവിഷൻ, സാധാ ലോങ് ഡിവിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് സാധാ ലോങ് ഡിവിഷൻ വെച്ച് ഇത് ചെയ്യാം? 26 ഹരിക്കണം 8 സാധാ പോലെ നമുക്ക് ചെയ്ത് നോക്കാം. 2ൽ എത്ര 8 പോവും? പോവില്ല അല്ലേ? ഇനി ഈ 0 ഇടണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, 26ൽ എത്ര 8 പോവും? 3 3 8 24 ആണ്. ബാക്കി 2 അല്ലേ? ഇനി പോയിന്റ് ഇടുന്നു, 0 ഇടുന്നു, അത് ഇറക്കിയിടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയും നേരെ മുകളിൽ പോയിന്റ് ഇട്ട് കൊടുക്കാം. പോയിന്റിന്റെ നേരെ മുകളിൽ പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 0 ഇറക്കിയിടുന്ന സമയത്ത് 20 വരും. 20ൽ എത്ര 8 പോവും? 2 2 8 16 വരുന്നുള്ളൂ. ബാക്കി 4 അല്ലേ? ബാക്കി 4 വരുന്നുണ്ട്. ഇനി 0 ഇറക്കിയിടുന്നു. 40ൽ 5 8 40, 5 8 40. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഡിനോമിനേറ്റർ 0, നമുക്ക് റിമൈൻഡർ 0 ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ 03.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.25 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 26/8 ചെയ്തു. 26/8 ഡെസിമൽ ഫോം. 26/8 ഒരു ഫ്രാക്ഷൻ ആണ്, അത് ഡെസിമൽ ഫോമിലേക്ക് മാറ്റി. 3.25. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 4/25? അപ്പോൾ 25 നിങ്ങൾ ഡിനോമിനേറ്ററിൽ കണ്ട ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100ലേക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? അപ്പോൾ 4/25, 4/25 നമുക്ക് 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 100ലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മുകളിൽ 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 4 4 16 ഡിവൈഡഡ് ബൈ 25 × 4 എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 16/100 ചെയ്താൽ മതി. 16/100 വളരെ എളുപ്പമാണ്. ഞാൻ എന്തിനാണ് 25നെ 100ലേക്ക് കൊണ്ടുവന്നത്? വളരെ എളുപ്പമാണ്. 10 100 1000 10000 ഒക്കെ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ 16/100 വരുമ്പോൾ ഇവിടെ 2 0 ആണ്, 2 ഡെസിമൽ പ്ലേസ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 0.16 എന്ന് കൊടുക്കുക അല്ലേ? 0.16. അപ്പോൾ 0.16 എന്ന് കിട്ടും.
നമുക്ക് ആ 0 അവിടെ എന്തായാലും കൊടുക്കാം. അപ്പോഴാണ് എഴുതുന്നതിൽ ഒരു ഭംഗി. വെറും 0.16 എന്ന് പറയുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പം 0.16 എന്ന് എഴുതാം. ഓക്കെ, എനിവേ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതും ഇതേ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. സാധാ പോലെ 4 ഹരിക്കണം 25 ചെയ്യാൻ അറിയുന്നവർക്ക് 4 ഹരിക്കണം 25 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 4 എത്ര 25 ഒറ്റൊന്നും പോകില്ല അല്ലെ. ഇനി ഇവിടെ ഇറക്കിടാൻ അപ്പം 0 ഞാൻ ഇങ്ങോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 4. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ പോയിന്റ് ഇട്ട് 0 ഇട്ട് കൊടുക്കാം. അത് താഴത്തേക്ക് ഇറക്കിയിടുന്നു. 40 എത്ര 25 പോവും, 1 പോവുള്ളൂ. അപ്പൊ ഈ പോയിന്റിന് നേരെ മുകളിൽ പോയിന്റ് ഇട്ടു. ഒരു 25 വരുന്നുള്ളൂ. ബാക്കി എത്രയാ വരുന്നത് 5. ഇവിടെ 3 ഉണ്ടോ 15 അല്ലെ. ഇനി 0 ഇട്ട് കൊടുക്കുന്നു, ഇറക്കിയിടുന്നു. 150 എത്ര 25 പോവും 6. 6 25 150. അങ്ങനെ നമുക്ക് ബാലൻസ് 0 കിട്ടും അല്ലെ. അപ്പൊ 0.16 ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. റൈറ്റ്, വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 3/25? സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കൂ. 25 ആണ് ഡിനോമിനേറ്റർ. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100ലേക്ക് വരും. ഓർത്ത് വെക്കണം. നിങ്ങൾ നേരത്തെ ഡിനോമിനേറ്ററിൽ 8 വന്നപ്പോൾ 10 100 1000 100ലേക്ക് ആക്കാൻ പറ്റില്ല. 1000ലേക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000ലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ന്യൂമറേറ്ററിന് മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോരുത്. ഇനി ഡിനോമിനേറ്ററിൽ 25 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 100ലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ 10 100 1000 വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റൈറ്റ്, 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം, ന്യൂമറേറ്റർ 3 ആണ്. 3നെ എന്ത് ചെയ്യണം, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, 12/25 × 4 വരുമ്പോൾ 100 അല്ലെ. 12/100 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ പ്ലേസ്, അതായത് 0.12, അതായത് 0.12 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി 0.12. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് 2/25? പെട്ടെന്ന് ചെയ്യാലോ. 2/25 അല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, 8/100 എന്ന് കിട്ടും. റൈറ്റ്, 8/100 എന്ന് കിട്ടും. 8/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ് വേണം. അപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് 8 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ 2 ഡെസിമൽ പ്ലേസ് ആയി അല്ലേ. എന്നിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 0.08 അല്ലെങ്കിൽ 0.08 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ 2/25 ലോങ് ഡിവിഷൻ ചെയ്ത് ചെയ്യാട്ടോ. വളരെ എളുപ്പമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 1/25. 1/25 നിങ്ങൾ ഒരു SSന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി 1/25 വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. 1/25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മുകളിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും, ഡിനോമിനേറ്ററിൽ 100 എന്ന് കിട്ടി, ന്യൂമറേറ്ററിൽ 4 എന്ന് കിട്ടി. അതായത് 4 ഒരു ഡെസിമൽ പ്ലേസേ വരുന്നുള്ളൂ. ഇവിടെ പോയിന്റ് ഇട്ട് അപ്പോൾ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് വന്നു. ഇവിടെ 2 0 ആയതുകൊണ്ട് 2 ഡെസിമൽ പ്ലേസ് ആവശ്യമുണ്ട്. അപ്പോൾ 0.04, അതായത് 0.04 എന്ന് ആൻസർ കിട്ടും. അങ്ങനെ ഓപ്ഷൻ സി നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം ഇനി ഒരു ഡിഫറെന്റ് ടൈപ്പ് ചോദ്യത്തിലേക്ക് പോവാം. ഒരു വേർഡ് പ്രോബ്ലം. ആ വേർഡ് പ്രോബ്ലത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്തിൻ്റെയൊക്കെ വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. പെരിമീറ്റേഴ്സ് ഓഫ് എൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം. എന്താണ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ? 3 വശവും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. മാത്രമല്ല അതിന്റെ ആംഗിൾസ് 60 ഉണ്ടാവുക അല്ലെ. ഓക്കെ, എനിവേ അതിന്റെ പെരിമീറ്റർ എത്രയാ? അതിന്റെ സൈഡ് പറയുന്നത് 10.6. 10.6 വശം വരുന്ന ഒരു ഇക്വലേറ്ററലിനെ പറ്റി പറയുന്നുണ്ട്. 10.6 വശം വരുന്ന ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. പിന്നെയോ ഒരു സ്ക്വയർ പറയുന്നുണ്ട്. ആ സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 7.8. ഓക്കെ, ആ സ്ക്വയറിന്റെ സൈഡ് 7.8. അപ്പൊ എല്ലാ വശങ്ങളും സ്ക്വയറിന്റെ പ്രത്യേകത അറിയാലോ. എല്ലാ വശങ്ങളും എന്താണ്? 7.8 തന്നെയാവും. ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത അത് തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം?
ഇവയുടെ രണ്ടിൻ്റെയും പെരിമീറ്ററിൻ്റെ വ്യത്യാസം കാണണം. ഇപ്പോൾ രണ്ട് നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ പെരിമീറ്റർ കാണാം, രണ്ടാമത്തെ അതല്ലേ ചോദിച്ചത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെരിമീറ്റേഴ്സ് ഓഫ്, പെരിമീറ്റേഴ്സിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടാളുടെയും പെരിമീറ്റേഴ്സ് കാണാം, അതിന്റെ ഡിഫറൻസ് എടുക്കുക, വ്യത്യാസം എടുക്കുക. ഈസി അല്ലേ? അപ്പോൾ ആദ്യത്തെ പെരിമീറ്റർ എന്താ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, സൈഡ് 3 കൂട്ടിയത്, അല്ലെങ്കിൽ സൈഡ് എത്രയുണ്ടോ ആ സൈഡുകളൊക്കെ കൂട്ടിയതാണ് പെരിമീറ്റർ. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യത്തെ ഇക്വലേറ്ററിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 10.6 പ്ലസ് 10.6 പ്ലസ് 10.6, 3 വട്ടം ഒരേ സാധനം റിപ്പീറ്റഡ് അഡീഷൻ ആണല്ലോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുക അല്ലേ. സോറി, ഓക്കെ, റിപ്പീറ്റഡ് അഡീഷൻ ആണല്ലോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 10.6നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്നതിന് പകരം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 10.6 × 3 എന്താ വരിക? ഈസി ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. നമുക്ക് 10.6നെ നമുക്ക് 106 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ശരിയല്ലേ? നമുക്ക് ഡെസിമൽ ഫോമിനെ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്ര 0 ഡിനോമിനേറ്ററിൽ വേണം, 1ഉം അത്ര 0 വേണം. അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ, അപ്പോൾ 1ഉം ഒരു 0 മതി. അപ്പോൾ 106/10. ഓക്കെ അല്ലേ? ഇനി ഇൻറ്റു 3. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തത്? 10.6നെ 106/10 എന്ന് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 106നെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 106നെ 3 കൊണ്ട് ഒന്ന് ഗുണിച്ചേ. 106 × 3 ഒന്ന് ഒറ്റക്ക് ചെയ്ത് നോക്കിയേ. 106 × 3 ഒന്ന് ഒറ്റക്ക് ഒന്ന് ചെയ്ത് നോക്കിയേ. എത്രയാ? 106 × 3 അല്ലേ? എത്ര ഉണ്ടാവും? 318 ഉണ്ടാവും അല്ലേ? 3 6 18, 8 1 ക്യാരി, 3 0 0 തന്നെയാണ്. അപ്പോൾ 1 ഉണ്ടാവും, ഒരു 3 318. അപ്പം 318/10 എന്ന് വരും. 318/10. അപ്പം 318/10 എന്ന് പറഞ്ഞാൽ 31.8. 31.8. കാരണം എന്താ? ഡിനോമിനേറ്ററിൽ ഒരു ഡെസിമൽ പ്ലേസ്, ഒരു 0 ആണുള്ളത്. അപ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടാവും ഉത്തരത്തിൽ അല്ലേ? അപ്പം 31.8. അങ്ങനെ നമുക്ക് ഈക്വലായിട്ടുള്ള ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടി. എത്രയാണ്? 31.8. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടെത്താം. സ്ക്വയറിന്റെ പെരിമീറ്റർ എത്രയാം? ഈ 4 വശം 7.8 അല്ലേ? അതോ 4 അങ്ങ് കൂട്ടാം. 7.8 + 7.8 + 7.8 + 7.8, അതായത് 7.8 × 4 അല്ലേ? അത് 7.8 ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് 4 വട്ടം ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുക? 7.8 × 4 ചെയ്താൽ മതി. അപ്പോൾ 7.8 × 4 ചെയ്താൽ എന്ത് കിട്ടും? അതായത് 78നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ? 7.8 × 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. 7.8 നമുക്ക് എന്ത് ചെയ്യാം? 78/10 എന്ന് എഴുതാം, റൈറ്റ്? × 4, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 78നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 78നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാ? 4 8 32, 2 3 ക്യാരി അല്ലേ? 4 7 28. 28ലേക്ക് ക്യാരി ചെയ്ത 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 31 വരും. അപ്പം 312/10 എന്ന് കിട്ടും. 312/10 എന്ന് പറഞ്ഞാൽ എത്രയാടോ? 31.2. അപ്പം നമുക്ക് ആഡ് ചെയ്യേണ്ടത് അല്ല, ഡിഫറൻസ് കാണേണ്ടത് ഈ പെരിമീറ്റർ ആയിട്ടുള്ള 31.8ൻ്റെയും അടുത്ത പെരിമീറ്റർ സ്ക്വയറിന്റെ പെരിമീറ്റർ ആയ 31.2ൻ്റെയും വ്യത്യാസമാണ് കാണേണ്ടത്. അപ്പോൾ വ്യത്യാസം കണ്ടോളൂ. 31.8ൻ്റെയും 31.2ൻ്റെയും വ്യത്യാസം എന്താ? 0.6 ആണ്. അത് കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 31.8 - 31.6. 31.8 - 31.6 എന്താ കിട്ടുക? 8ന്ന് 6 പോയി കഴിഞ്ഞാൽ 8ന്ന് 6 31.2 അല്ലേ? 31.2. അപ്പോൾ 8ന്ന് 2 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണ് കിട്ടുക. പിന്നെ പോയിന്റ് നമ്മൾ അതുപോലെ എഴുതുന്നു. പിന്നെ 1ന്ന് 1 പോയി കഴിഞ്ഞാൽ 0, 3ന്ന് 3 പോയി കഴിഞ്ഞാൽ 0. അതായത് 0.6 എന്ന് പറഞ്ഞാൽ 0.6 തന്നെയാണ്. അതായത് 0.6 ആണ്. അപ്പോൾ 0.6 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ മാറിപ്പോകരുത്. 0.06 എന്ന് എഴുതി പോകരുത്. 0.6. ഈ 0ന് വാല്യൂ ഇല്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഈ 0 ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 0.6 എന്ന് എഴുതിയാൽ മതി. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ എന്താണ് ഒന്ന് നോക്കുക. ഈ ചോദ്യം നമ്മൾ എന്താ ചെയ്തത്?
രണ്ട് പോളിഗണിന്റെ അല്ലെ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെയും ഒരു സ്ക്വയറിന്റെയും പെരിമീറ്ററിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ പെരിമീറ്റർ നമ്മൾ കണ്ടെത്തി. എങ്ങനെയാ? സൈഡ് ഇൻറ്റു 3, 3 സൈഡല്ലേ വരുന്നത്. അപ്പൊ സൈഡ് ഇൻറ്റു 3 വെച്ചിട്ട് നമുക്ക് 31.8 എന്ന് കിട്ടി. രണ്ടാമത്തെ പെരിമീറ്റർ നമ്മൾ കണ്ടെത്തി. 7.8 ഇൻറ്റു 4 ചെയ്തിട്ട് 31.2. അതിന്റെ ഡിഫറൻസ് ആണ് 31.8 നിന്ന് 31.2 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.6 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി വാട്ട് ഈസ് ദ ഇതും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഒറ്റയ്ക്ക് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് കണ്ടെത്തിയേ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയർ ഓഫ് സൈഡ് 6.95 ആൻഡ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 9.2? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. എങ്ങനെയാ ചെയ്യാം? നേരത്തെ പോലെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്താവും? ഇനി ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എത്ര തന്നത്? 9.8. അപ്പൊ 3 സൈഡല്ലേ അതിനുണ്ടാവുക. അപ്പൊ 9.2 പ്ലസ് 9.2 പ്ലസ് 9.2, അതായത് 9.2 ഇൻറ്റു 3 ആണ് എന്ത്? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അപ്പൊ 9.2 ഇൻറ്റു 3 നമുക്ക് ചെയ്യാമല്ലോ. എത്രയാ? 92/10 ഇൻറ്റു 3. കാരണം എന്താ? 9.2 എന്ന് പറഞ്ഞാൽ നമുക്ക് 92/10 എന്ന് എഴുതാം അല്ലേ. ഒരു ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒരു 0, 1 ഒരു 0, റൈറ്റ്. അപ്പോൾ 92 ഇൻറ്റു 3 നമുക്ക് എഴുതാൻ അറിയാമല്ലോ. 3 2 6 3 9 27, 3 2 6 3 9 27, റൈറ്റ്. അപ്പോൾ 276/10 എന്ന് കിട്ടും. 276/10 276/10 എത്രയാണോ? 27.6. അപ്പൊ 27.6 ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. ഇനി നമുക്ക് സ്ക്വയറിന്റെ പെരിമീറ്റർ കാണണം. സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു വശം തന്നിട്ടുണ്ട് 6.95. 6.95 ആണ് സ്ക്വയറിന്റെ ഒരു വശം തന്നത്. അപ്പോൾ 6.95 6.95 6.95 6.95 4 വശമല്ലേ ഉള്ളത്, ഈക്വൽ അല്ലേ. അപ്പൊ 6.95 4 വട്ടം കൂട്ടുക, അതായത് 6.95നെ 4 കൊണ്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ 6.95നെ 4 കൊണ്ട് നമുക്ക് ഗുണിച്ചു നോക്കാം. എങ്ങനെയാ? 6.95 എന്ന് പറഞ്ഞാൽ 695/100 ആണ്. 2 ഡെസിമൽ പ്ലേസ് അല്ലേ, 0.95 അല്ലേ. 9ഉം 5ഉം 2 ഡെസിമൽ പ്ലേസ് ആ വരുന്നത്. അപ്പം 695/100 ഇൻറ്റു 4 ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ 695നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാ? 4 5 20, 0 2 ക്യാരി, 4 9 36, 36ലേക്ക് 2 കൂട്ടിയാൽ 38 അല്ലേ. 8 3 ക്യാരി, 4 6 24, 24 3 27. അപ്പൊ 2780 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു 0വും മുകളിലുള്ള 0വും വെട്ടിക്കളയാം, അതായത് 10 കൊണ്ട് മുകളിൽ താഴത്ത് ഡിവൈഡ് ഔട്ട് ചെയ്തു. അപ്പൊ 278/10 എന്ന് കിട്ടും. 278/10 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ 10 ആണ്, ഒരു 0 ആണ്. അപ്പോൾ ഉത്തരത്തിൽ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടാവും, അതായത് 27.8 എന്ന് വരും. 27.8, റൈറ്റ്. അപ്പൊ 27.8 ആണ് നമുക്ക് സ്ക്വയറിന്റെ പെരിമീറ്റർ. ഇനി അതിന്റെ ഡിഫറൻസ് എടുത്താൽ പോരെ. 27.8ഉം 27.6ഉം പോയിന്റ് എത്രയാ? 27.6 27.7 27.8 അല്ലേ. അപ്പൊ 27.8 27.6 കുറച്ച് കഴിഞ്ഞാൽ 0.2 ആണ് കിട്ടുക. അപ്പൊ 0.2 ഓപ്ഷൻ വരുന്നുണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? അപ്പൊ നേരത്തെ അതേപോലെ ചോദ്യമാണ്. നിങ്ങൾക്ക് 27.8 27.6 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.2 കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ വേറൊരു ടൈപ്പ് ചോദ്യമാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. ഈ ചോദ്യം മനസ്സിലാക്കുന്നതിന് മുന്നേ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ചോദ്യം നോക്കൂ. ഒരു ആപ്പിളിന് നിങ്ങൾക്ക് 5 രൂപ, ഒരു 10 രൂപ അല്ലെങ്കിൽ 15 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു ആപ്പിളിന് 15 രൂപ അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 ആപ്പിളിന് എത്രയാ? 2 ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ 15 + 15 അല്ലേ. 15 + 15, റൈറ്റ്. അതായത് 15 ഇൻറ്റു 2 ചെയ്യാം. റിപ്പീറ്റഡ് അഡീഷൻ അല്ലേ, നമുക്ക് ഇൻറ്റു 2 ചെയ്യാം. ഇനി ഒരു ആപ്പിളിന് വില എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ആപ്പിളിനും വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക്
കാണാൻ പറ്റും, വില കാണാൻ പറ്റും. ഒരു ആപ്പിളിന് 15 ആണെങ്കിൽ 10 ആപ്പിളിന് 15 × 10, ഒരു ആപ്പിളിന് 15 ആണെങ്കിൽ 8 ആപ്പിളിന് 15 × 8, 15 8 വട്ടം കൂട്ടേണ്ടി വരും. ഇതാണ് പരിപാടി. അതേപോലെ തന്നെയാണ് ഇവിടെ വേറെ പ്രൈസ് ഓഫ് 1 ലിറ്റർ ഡീസലിന് പ്രൈസ് എത്രയാണ്? 97.24, 97.24 1 ലിറ്റർ ഡീസലിന് വില. 1 ലിറ്റർ ഡീസൽ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആപ്പിളിന്റെ വില 15 ആണെങ്കിൽ 2 ആപ്പിളിന്റെ വില എന്തായിരുന്നു? 15 + 15, അതായത് 15 × 2 അല്ലേ? അങ്ങനെ നോക്കിയാൽ മതി. 15 × 2. ഇനി 3 ആപ്പിളിന് എത്രയാണ്? 15 × 3. 7 ആപ്പിളിന് എത്രയാ? 15 × 7 അല്ലേ? ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ 1 ലിറ്ററിന്റെ വില 97.24. അപ്പോൾ 7.5 ലിറ്ററിന് എത്ര ഉണ്ടാവും? അങ്ങനത്തെ 7.5 ലിറ്റർ എടുക്കാൻ അപ്പോൾ 97.24 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7 എന്നുള്ളതിന് നമുക്ക് 7, ഈ 1/2 കണ്ട അപ്പം തന്നെ നിങ്ങൾക്ക് ഡെസിമൽ ഫോമിലേക്ക് ആക്കുക. എന്താ? 0.5 അല്ലേ? 0.5 നിങ്ങൾക്ക് 1/2 നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അതേപോലെ 1/4 എന്ന് പറഞ്ഞാലോ? ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർമ്മ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. 1/2 0.5 ആണെങ്കിൽ 1/4 0.25 ആണ്. ഓക്കെ, അതേപോലെ 3/4 മുക്കാൽ എന്ന് പറയും. ഇതിനെ അരാന്ന് പറയും, ഇതിനെ കാലെന്ന് പറയും, ഇതിനെ മുക്കാൽ എന്ന് പറയും. മുക്കാലിന് എത്രയാണ്? 0.75. ഓക്കെ, അപ്പോൾ 0.75, 0.25, 0.5 ഇത് ഈ ഫ്രാക്ഷൻസിനൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഇവിടെ നോക്കൂ, 7.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം 7 എന്നുള്ളതിന് നമുക്ക് 7.5 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ 7.5. ക്ലിയർ ആണല്ലോ? അപ്പം ഇനി 97.24 × 7.5 ചെയ്താൽ മതി. എങ്ങനെയാ ചെയ്യാം? ഇതിനെ നമുക്ക് ആദ്യം ഫ്രാക്ഷൻ രൂപത്തിലാക്കാം. 9724 ഡിവൈഡഡ് ബൈ 100. 2 ഡെസിമൽ പ്ലേസ് അല്ലേ, അതുകൊണ്ടാണ് 100 × 7.5ന് 75/10. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? 9724 × 75 ചെയ്തിട്ട് 100 × 10 എന്ന് പറഞ്ഞാൽ 1000 ആണല്ലോ. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 9724 9724 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തുകൊണ്ട് 100 × 10 എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 3 ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേഗം ഒന്ന് ഗുണിച്ച് നോക്കി. 9724 75 കൊണ്ട് ഒന്ന് ഗുണിച്ചേ. 9724 75 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് നോക്കാം. 9724 × 75 അല്ലേ? അപ്പോൾ നോക്കാം, എത്രയാ? 4 5 20, 0 2 ക്യാരി, 5 2 10 12, 2 1 ക്യാരി, 5 35 36 6 3 ക്യാരി, 5 9 45 5 9 45 3 48 അല്ലേ? റൈറ്റ്. ഇനി 4 7 28 8 2 ക്യാരി, 2 7 14 15 16 6 1 ക്യാരി, 7 49 50 0 5 ക്യാരി, 7 9 63 63 5 68. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? 0 8 2 10 0 1 ക്യാരി, 6 6 12 അല്ലേ? 13. അപ്പോൾ 3 1 ക്യാരി, ഇനി 8 1 9 9 അത്ര വരുന്നുള്ളൂ. പിന്നെ 4 8 12 ആണ്. അപ്പോൾ 2 1 ക്യാരി, 6 1 7. അപ്പോൾ 72 9 3 0 0 അല്ലേ? അതാണ് ഇത് ഗുണിച്ചിട്ട് കിട്ടുന്നത്. ബൈ 1000 ചെയ്യണം അല്ലേ? അപ്പോൾ ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ബൈ 1000 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആദ്യം ഈ 10 10 ഡിവൈഡ് ഔട്ട് ചെയ്ത് പിന്നെ ഒരു 10 10 ഡിവൈഡ്, അതായത് 0 0 വെട്ടി. അപ്പോൾ എന്ത് കിട്ടി?
7293/10. അതായത് ഇത് എന്തിന് തുല്യമാണ്? 7293/10. ഒരു ഡെസിമൽ പ്ലേസ് അല്ലേ ഡിനോമിനേറ്ററിൽ 10 ആവുമ്പോൾ. അപ്പോൾ എന്ത് ആൻസർ കിട്ടും? 729.3 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണോടോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? സാധാ പോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ രീതി നിങ്ങൾക്ക് അത് നോക്കിയാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് 729.3. അത് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ കേൾക്കുക എങ്ങനെ അത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിറ്റിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്കറിയാം. അപ്പം ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 1 ലിറ്റർ വില 97.24 ആണ്. അങ്ങനെയാണെങ്കിൽ 7.5 ലിറ്റർ ആണെങ്കിൽ എന്നാൽ 97.24 7 കൊണ്ട് മൾട്ടിപ്ലൈ